ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. രൺവീർ സിംഗ്, അക്ഷയ് ഖന്നെ, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, മാധവൻ എന്നിവരെ പ്രധാന വേഷത്തിലാക്കി ആദിത്യദാർ സംവിധാനവും രചനയും നിർമ്മാണവും ചെയ്ത ഒരു സിനിമയായിരുന്നു, ഒരു സ്പൈ ആക്ഷൻ ത്രില്ലറായിരുന്നു ദുരന്തർ. 2025 ദുരന്തർ റിലീസ് ചെയ്തത്. ആൻഡ് ദുരന്തർ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റ് ഓഫ് ബോളിവുഡ് ഇൻഡസ്ട്രിയും കൂടെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഒറ്റ ഭാഷയിൽ ഇറക്കി അതൊരു സ്പൈ, ഒരു 350 3.5 മണിക്കൂറോളം ഉള്ള ഒരു പടമാണ് 1000 കോടി. ഒറ്റ ഭാഷയിൽ ഇറക്കിയ പടമാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അവരിറക്കുന്ന പടമാണ് ദുരന്തർ ദ റിവെഞ്ച്. അതിൻ്റെ ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. സെയിം കാസ്റ്റും ക്രൂവും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് ഏതാണെന്നൊന്ന് നോക്കാം. വാ. ജിയോ സ്റ്റുഡിയോസ് പ്രസൻസ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതല്ലേ? ഇത് കണ്ടിട്ട് പഴയ ടീച്ചർ പോലെയാണ് ഇരിക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം, അതായത് ആദ്യ ദുരന്തർ 1 ഇറങ്ങിയപ്പോഴേക്കും, ദുരന്തർ റിലീസ് ചെയ്തപ്പോഴുള്ള സീൻസും കാര്യങ്ങളും തന്നെയാണ് ഈ ടീസറിലുള്ളത്. 1-2 സീൻസ് എന്തോ പുതിയതായിട്ടുള്ള പോലെ തോന്നുന്നു, അല്ലാതെ വേറെ പ്രത്യേകിച്ചുള്ള കാര്യമൊന്നുമില്ല. ഈ പഴയ ടീസർ എൻ്റെ വീണ്ടും റീമേക്ക് ചെയ്തിട്ടിരിക്കലാണെന്ന് പറഞ്ഞുകൂടാ. അതിലെ സീൻസ് ഒന്ന് കാണിക്കാതിരിക്കാൻ വെറുതെ ഒരു എന്താ പറയാ ആന്റിസിപ്പേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്ന് അറിഞ്ഞുകൂടാ. Dhurandhar The Revenge. Written, directed, produced Aditya Dar. Produced Joris Pandey. Lovesh Dar produced. And Aditya Dar film. ये नया हिंदुस्तान है. ये घर में घुसेगा भी और मारेगा भी. Dhurandhar The Revenge. ദുരന്തർ ദ റിവെഞ്ച് ഹിന്ദി ഒഫീഷ്യൽ ടീസറാണ് നമ്മളിപ്പോൾ കണ്ടത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ടീസറിൽ കാണിച്ച കാര്യങ്ങളിൽ മെജോറിറ്റിയും ഫസ്റ്റ് ടീസർ അവർ റിലീസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ദുരന്തറിൻ്റെ ഗ്ലിംസുകളും കാര്യങ്ങളും തന്നപ്പോൾ, അല്ലെങ്കിൽ ദുരന്തർ സിനിമയിലുള്ള സീൻസും കാര്യങ്ങളുമാണ് കൂടുതലും. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് പുതിയ സീൻസും കാര്യങ്ങളായിട്ടൊന്നുമില്ല. നിങ്ങൾ ആ ടീസർ കാണുമ്പോൾ മനസ്സിലാവും കണ്ട സാധനങ്ങൾ തന്നെയാണ് ഈ ടീസറിലുള്ളത്. ഇനി അവർ വെറുതെ നമ്മളെ, അതായത് ആ ഒരു ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസർ റിലീസ് ചെയ്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആൻറ്റിസിപ്പേഷനിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ടീസർ റിലീസ് ചെയ്താണെന്ന് അറിയില്ല. ഇതിൽ പ്രത്യേകിച്ച് പുതുമയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. കാരണം സെക്കൻഡ് പാർട്ടിലെ കാര്യങ്ങളൊന്നും ഇതിലില്ല. എനിക്ക് 1-2 സീൻസ് മാത്രമേ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കണ്ട സീൻ തന്നെയാണ്. ഫസ്റ്റ് ടീസറിലെ ദുരന്തറിൻ്റെ ടീസറിലും ഗ്ലിംസിലും സിനിമയിലും കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും അത് കാണാൻ കൊള്ളാം. ഒരു മേക്കിങ്, അല്ലെങ്കിൽ ആ ഒരു ഓറ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദേഷ്യം, ഇതെല്ലാം നന്നായിട്ട് തന്നെ ഇതിലും കൂടെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ അക്ഷയ് ഖന്നെ കാണിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനിയിപ്പം ഫ്ലാഷ് ബാക്ക് സീനിലും കാര്യങ്ങളും ഉണ്ടാവുമെന്നറിയില്ല. ബാക്കി മാധവനെയും അർജുൻ രാംപാലെയും സഞ്ജയ് ദത്ത്, രൺവീർ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്. രൺവീർ എനിക്ക് തോന്നുന്നു അവിടുത്തെ പുതിയ ഒരു അക്ഷയ് ഖന്നെ ആവുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ അവിടെ ഉള്ളവന്മാരെ വീണ്ടും എല്ലാവരെയും അർജുൻ രാംപാലെ എന്താ പറയുക കൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിരിക്കും ഇനി അവിടെ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇനി കൂടുതൽ ഇന്ത്യയെക്കാളും ഇപ്പോഴും അങ്ങനെയായിരുന്നു, പാകിസ്ഥാൻ ആ ഒരു സിറ്റുവേഷനിൽ വെച്ച് തന്നെയായിരിക്കും സിനിമകൾ വീണ്ടും കൂടുന്നത്. ബട്ട് ആദിത്യദാറിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഫിലിം മേക്കിംഗ്, പിന്നെ ശശ്വന്തിൻ്റെ ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചേരുമ്പോൾ പടത്തിന് പ്രൗഢി കൂടുന്നുണ്ട്. മുമ്പ് നമ്മൾ എന്ന് വെച്ചാൽ രൺവീറിന് ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ട്രെയിലറിൽ ഈ ഒരു ടീസറിൽ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. പുള്ളിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നല്ലൊരു ഡയറക്ടർ കിട്ടി അതൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തെളിവാണ് ഇപ്പോൾ രൺവീർ സിംഗ് എന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് ക്യാരക്ടർ, അല്ലെ ഒരു സ്പൈ ക്യാരക്ടർ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ടീസർ കണ്ടിട്ട് എനിക്ക് വലിയ പുതുമയൊന്നും തോന്നിയില്ല. പഴയ ടീസറിലുള്ള അല്ലെങ്കിൽ ദുരന്തർ സിനിമയിലുള്ള സീൻസുകളൊക്കെ തന്നെയാണ് ഇതിലും ആഡ് ചെയ്തിട്ടുള്ളത്. 1-2 സീൻസ് എന്താണ് പുതിയ സീൻസൊക്കെ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ
പറഞ്ഞതുപോലെ സീൻസൊക്കെ പുതിയ സിനിമയിലെ സീൻസൊക്കെ തന്ന് വെറുതെ ഒരു ഫ്രഷ്നെസ് കളയണ്ടെന്ന് പറഞ്ഞ് എന്തായാലും എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസർ റിലീസ് ചെയ്യണം. അതുകൊണ്ട് 1-2 സീൻസ് മാത്രം അതിലിട്ടിട്ട് ബാക്കിയെല്ലാം പഴയ കാര്യങ്ങൾ, പഴയ ടീസറും സിനിമയിൽ നിന്നൊക്കെ ഒരു മിങ്കിൾ ചെയ്ത് ആഡ് ചെയ്താണ് ഒരു ടീസർ. വളരെ ചെറിയൊരു ടീസറാണ്. ആൻഡ് ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദുരന്തർ റിലീസ് ചെയ്തപ്പോൾ ഹിന്ദി ലാംഗ്വേജിൽ മാത്രമായിരുന്നു റിലീസ് ചെയ്തത്. ഇപ്പോൾ ദുരന്തർ റിലീസ് ചെയ്യാൻ പോകുന്നത് പാൻ ഇന്ത്യൻ ആയിട്ടാണ്. അതായത് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. ഹിന്ദി, തമിഴ്, മലയാളം, കന്നഡ, തെലുങ്കു അങ്ങനെ എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അത് ഈ സിനിമ അത്രയും പ്രേക്ഷക ശ്രദ്ധ നേടിയത് കൊണ്ടും ആൻഡ് എല്ലാവരുടെ അഭിപ്രായങ്ങൾ നല്ലതായതുകൊണ്ടും അവർ രണ്ടാമത്തെ ദുരന്തർ ദ റിവഞ്ച് എന്ന സിനിമ 5-6 ഭാഷകളിലേക്ക് റിലീസ് ചെയ്യാണ്. 2026 മാർച്ച് 19 സിനിമ റിലീസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈദ് റിലീസായിട്ടാണ് സിനിമ വരുന്നത്. കാരണം നോമ്പ് നമുക്ക് 19-20 എന്താകുമ്പോൾ നോമ്പ് വരുന്നുണ്ട്, ഫെബ്രുവരി. അപ്പോൾ മാർച്ച് 19-20 ഒക്കെ ആകുമ്പോൾ ഈദ് റിലീസ് വരുന്നുണ്ട്. അപ്പോൾ ഈദ് റിലീസായിട്ടാണ് ദുരന്തർ ദി റിവഞ്ച് എത്തുന്നത്. അപ്പോൾ ഇനിയും ഒരു 1.5 മാസത്തോളം ഉണ്ട് സിനിമ. അപ്പോൾ ദുരന്തർ എത്രയോളം ഒരു പോസിറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ കളക്ഷൻ വൈസ് ഒക്കെ നേടിയെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ആശ്ചര്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഒരു 3-3.5 മണിക്കൂറുള്ള ഒരു സിനിമ എല്ലാവരും പുകഴ്ത്തി പറയുന്നു, അതിലെ സീൻസുകൾ എല്ലാവരും പുകഴ്ത്തി പറയുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഒറ്റ ഭാഷയിൽ ഇറങ്ങിയിട്ട് ബോളിവുഡിലെ ഇൻഡസ്ട്രിയിൽ ഹിറ്റാകുന്നു, 1000 crore അടിക്കുന്നു. അതും ഒരു റേറ്റഡ് ഫിലിം എല്ലാത്തിലും ഉപരി അതൊരു റേറ്റഡ് ഫിലിമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകതയൊക്കെ ഉള്ളപ്പം ഒരു കുറേ ഇടക്കാലത്തിന് ശേഷം ബോളിവുഡിൽ വന്ന ഏറ്റവും നല്ലൊരു ചിത്രമാണ്, ഏറ്റവും നല്ലൊരു ചിത്രമാണ് ദുരന്തർ. അപ്പോൾ ടീസർ കൊള്ളാം, ബട്ട് എനിക്ക് വേറെ പുതുമയൊന്നും തോന്നിയിട്ടില്ല. പഴയ കാര്യങ്ങൾ തന്നെയാണ് ടീസറിലുള്ളത്. എന്തായാലും പടം കൊളുത്തും, പടം നല്ല സാധനം തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു ടോക്സിക്കും ആ ടൈമിലാണ് ഇറങ്ങുന്നത്. ഒരു ക്ലാഷ് പ്രതീക്ഷിക്കാം, ഒരു പാൻ ഇന്ത്യൻ ക്ലാഷ്.